അതായത് നമ്മൾ പാട്ടുകളിലൂടെയും കവിതകളിലൂടെയാണ് കൂടുതൽ പ്രണയത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന പ്രണയം ആ പ്രണയമാണോ അതോ മറ്റെന്തെങ്കിലും രീതിയിലുള്ള പ്രണയമാണോ? അൾട്ടിമേറ്റ്ലി ഈ ലവ് എന്ന് പറഞ്ഞ ഒരു സ്പെക്ട്രാണ്. അപ്പം അതിലെ ഒരു നിറം മാത്രമാണ് പ്രണയം, റൊമാൻറ്റിക് ലവ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ കഥകളിലൂടെയും കവിതകളിലൂടെയും ലിറ്ററേച്ചർ, ആർട്സ്, മൂവി എല്ലാത്തിലൂടെ ഭയങ്കര ഓവർ ഹൈപ്പ്ഡ്, ഓവർ ഗ്ലോറിഫൈ ആക്കി ചെയ്ത് വെച്ചേക്കണ ഒരു ഇമോഷനാണ് റൊമാൻറ്റിക് ലവ്, പ്രണയം എന്ന് പറയുന്നത്. ആൻഡ് ഇൻ മൈ ഒപ്പീനിയൻ മറ്റ് ലവുമായിട്ട് ഇപ്പോൾ ഒരു അച്ഛനും മക്കളും തമ്മിലുള്ള സ്നേഹം, അമ്മക്ക് മക്കളോടുള്ള ഫ്രണ്ട്ഷിപ്പ്, ഗുരു ശിഷ്യ ബന്ധം, എനി കൈൻഡ് ഓഫ് ലവ്, അതും പ്രണയവും തമ്മിൽ ഡിഫറൻസ് വരുന്നത് വെച്ചാൽ പ്രണയത്തിൽ ഭയങ്കര ഹോർമോൺസിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. ലൈക്ക് വെൻ യു ഈ ഒരാളെ കാണുമ്പോൾ ബട്ടർഫ്ലൈസ് ഇൻ സ്റ്റൊമക്ക്, അതൊക്കെ എന്ന് പറയുന്നത് ലിറ്ററേച്ചറിൽ ഭയങ്കര ഗ്ലോറിഫൈ ചെയ്ത കാര്യമാണെങ്കിൽ അത് ഡോപ്പമിൻ എന്ന ഹോർമോൺ കൂടുന്ന അവസ്ഥയാണ്. സോ ജസ്റ്റ് ഇൻക്രീസ് ഇൻ ദ ഡിക്രീസ് ഓഫ് ഹോർമോൺ. അത് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ റീപ്രൊഡക്ഷന് വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. സോ ഈ ഹോർമോൺ കുറയുമ്പോൾ പിന്നെ ആ അട്രാക്ഷൻ, ഫിസിക്കൽ അട്രാക്ഷൻ ഒക്കെ പോകും. അതെല്ലാം ജസ്റ്റ് ഡോപ്പമിൻ്റെ പ്ലേ മാത്രമാണ്. സോ എനിക്ക് തോന്നുന്നത് ഈ ലിറ്ററേച്ചറിൽ എഴുതി വെച്ചിരിക്കുന്നതൊന്നുമല്ല യഥാർത്ഥ പ്രണയം. അതായത് നമ്മൾ പാട്ടുകളിലൂടെയും കവിതകളിലൂടെയാണ് കൂടുതൽ പ്രണയത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന പ്രണയം ആ പ്രണയമാണോ അതോ മറ്റെന്തെങ്കിലും രീതിയിലുള്ള പ്രണയമാണോ? അൾട്ടിമേറ്റ്ലി ഈ ലവ് എന്ന് പറഞ്ഞ ഒരു സ്പെക്ട്രാണ്. അപ്പം അതിലെ ഒരു നിറം മാത്രമാണ് പ്രണയം, റൊമാൻറ്റിക് ലവ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ കഥകളിലൂടെയും കവിതകളിലൂടെയും ലിറ്ററേച്ചർ, ആർട്സ്, മൂവി എല്ലാത്തിലൂടെ ഭയങ്കര ഓവർ ഹൈപ്പ്ഡ്, ഓവർ ഗ്ലോറിഫൈ ആക്കി ചെയ്ത് വെച്ചേക്കണ ഒരു ഇമോഷനാണ് റൊമാൻറ്റിക് ലവ്, പ്രണയം എന്ന് പറയുന്നത്. ആൻഡ് ഇൻ മൈ ഒപ്പീനിയൻ മറ്റ് ലവുമായിട്ട് ഇപ്പോൾ ഒരു അച്ഛനും മക്കളും തമ്മിലുള്ള സ്നേഹം, അമ്മക്ക് മക്കളോടുള്ള ഫ്രണ്ട്ഷിപ്പ്, ഗുരു ശിഷ്യ ബന്ധം, എനി കൈൻഡ് ഓഫ് ലവ്, അതും പ്രണയവും തമ്മിൽ ഡിഫറൻസ് വരുന്നത് വെച്ചാൽ പ്രണയത്തിൽ ഭയങ്കര ഹോർമോൺസിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. ലൈക്ക് വെൻ യു ഈ ഒരാളെ കാണുമ്പോൾ ബട്ടർഫ്ലൈസ് ഇൻ സ്റ്റൊമക്ക്, അതൊക്കെ എന്ന് പറയുന്നത് ലിറ്ററേച്ചറിൽ ഭയങ്കര ഗ്ലോറിഫൈ ചെയ്ത കാര്യമാണെങ്കിൽ അത് ഡോപ്പമിൻ എന്ന ഹോർമോൺ കൂടുന്ന അവസ്ഥയാണ്. സോ ജസ്റ്റ് ഇൻക്രീസ് ഇൻ ദ ഡിക്രീസ് ഓഫ് ഹോർമോൺ. അത് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ റീപ്രൊഡക്ഷന് വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. സോ ഈ ഹോർമോൺ കുറയുമ്പോൾ പിന്നെ ആ അട്രാക്ഷൻ, ഫിസിക്കൽ അട്രാക്ഷൻ ഒക്കെ പോകും. അതെല്ലാം ജസ്റ്റ് ഡോപ്പമിൻ്റെ പ്ലേ മാത്രമാണ്. സോ എനിക്ക് തോന്നുന്നത് ഈ ലിറ്ററേച്ചറിൽ എഴുതി വെച്ചിരിക്കുന്നതൊന്നുമല്ല യഥാർത്ഥ പ്രണയം.